ഇന്നലത്തെ ഒരു സമരം അതിൻ്റെ രാഷ്ട്രീയമായ സവിശേഷതകൾ ഏറെയാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിരന്തരം കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനകത്ത് കേരളീയരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധനപ്രതിസന്ധി സൃഷ്ടിച്ച് ഒരു സംസ്ഥാനത്തെ ഞെരുക്കുന്നു. കേരളത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച് ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം പോലെയുള്ള കേന്ദ്രത്തിൻ്റെ അത് നരേന്ദ്രമോദിയുടെ കാലത്തോ എ ബി വാജ്പേയിയുടെ കാലത്തോ മൻമോഹൻ സിംഗിൻ്റെ കാലത്തോ ഒന്നും വന്നതല്ല. വളരെ മുമ്പ് തന്നെ മുൻകാല കേന്ദ്ര സർക്കാരുകൾ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലൊക്കെ ഇങ്ങോട്ട് ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്ത് നടപ്പാക്കണം എന്ന പ്രധാന നിർദ്ദേശം പ്രാവർത്തികമാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് തന്നെ ആ നിലയിലുള്ള നിയന്ത്രണം ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയ ഒന്നാമത്തെ സംസ്ഥാനം. പിന്നാലെ തമിഴ്നാടുണ്ട്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കുറേ കൂടി ഫലപ്രദമായി ചെയ്തു. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ കേരളം മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം അതിൻ്റെ സാമൂഹിക ജീവിതത്തിലും വികസന പുരോഗതിയിലും ക്ഷേമത്തിലും ഒക്കെ രാജ്യത്തെ മാതൃകാപരമായ ഒന്നാം സംസ്ഥാനമായി ഉണ്ടായ ഒരു മികവ് യഥാർത്ഥത്തിൽ നമുക്ക് നികുതി വിഹിതം ലഭിക്കുന്നതിനും ഒക്കെ വലിയ തടസ്സം നേരിടുന്ന നിലയിലേക്ക് അതിനെ വെട്ടിച്ചുരുക്കുന്നു. മാത്രവുമല്ല ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾക്കപ്പുറം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ പറഞ്ഞ ഇടപെടലുകൾ നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്തതാണ് എന്ന നില വിശദീകരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനം ഇപ്പോൾ വായ്പാ പരിധിയിൽ നിയന്ത്രണങ്ങൾ വായ്പ എടുക്കാനുള്ള ആ അവകാശത്തിന് നിയന്ത്രണം വരും വിധത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. നികുതി വിഹിതത്തിൽ വലിയ കുത്തനെ ഇടിവുണ്ടാകുന്നു. അതിൻ്റെ ശതമാന കണക്കൊക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് കേരളം ഈ പ്രശ്നവുമായി മുന്നോട്ട് വന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. നമുക്ക് മലയാളികൾക്ക് നല്ല പരിചിതമായ ഒരു വാചകമാണല്ലോ. പല പ്രശ്നങ്ങളും നമ്മൾ ഇവിടെ ഒരു സംസ്ഥാനം അങ്ങനെയാണ് ഈ വിഷയത്തിൽ നീങ്ങിയത്. രാഷ്ട്രീയമായി നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി 140 നിയോജക മണ്ഡലങ്ങളിലും എത്തി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൻ്റെ തുടർച്ചയിൽ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത് നിയമപരമായി നേരിടുന്നു. ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ഗവർണർമാർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത വിധം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്ന് നൽകേണ്ട സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന നിലയിലേക്കൊക്കെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹർജിയുമായി പോകുന്നു. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടതായി വരുന്നു. ആ വിശദീകരണത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ദില്ലിയിലെ വാർത്താ സമ്മേളനത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്ന് പറയുമ്പോൾ ധനകാര്യ മാനേജ്മെൻറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും മികച്ചത് കേരളത്തിൻ്റേതാണ് എന്ന് റിസർവ് ബാങ്കിൻ്റെ കണക്കുകളും റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഫിനാൻസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ മാധ്യമപ്രവർത്തകരെ കാട്ടിക്കൊണ്ട് റിസർവ് ബാങ്കിൻ്റേതാണ്. ഇതിൽ സംസ്ഥാനം ഒരു പരാതിക്കാരനാണ്, ഹർജിക്കാരനാണ്. അതിൽ എതിർകക്ഷിയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ എതിർകക്ഷി എന്ന നിലയിൽ കേന്ദ്രം സംസ്ഥാനത്തിനെതിരായ പരാതിക്കാരനെതിരായ ഹർജിക്കാരനെതിരായ നിലപാട് കോടതിയിൽ എടുക്കുന്നു. അത് കോടതി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പുറത്ത് റിസർവ് ബാങ്ക് RBIയുടെ സ്വതന്ത്രമായ റിപ്പോർട്ട് കേരളത്തിന് അങ്ങേയറ്റം അനുകൂലമാണ്. ധന മാനേജ്മെൻറ്റ് നന്നായി നടപ്പാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, നികുതി പിരിവിലുള്ള കാര്യക്ഷമമായ ഊർജ്ജസ്വലമായ മുന്നേറ്റം, മാത്രമല്ല കോവിഡിൻ്റെ ആ കാലത്തിന് ശേഷം നികുതി പിരിവിൽ വന്നിട്ടുള്ള വലിയ കുതിപ്പുണ്ട്. അതിന് നമ്മുടെ സംസ്ഥാനത്തിന് ആർജിക്കാവുന്ന നികുതി പിരിവിൻ്റെ വാർഷിക തോതിലേക്ക് നമ്മളെത്തി, അതിൻ്റെ പരമാവധിയിലേക്ക് എത്തി. ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ അടുത്ത വർഷമാകുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഒരു സംസ്ഥാനത്തിനകത്ത് പിടിച്ചെടുക്കാവുന്ന നികുതി പിരിവിൻ്റെ കാര്യക്ഷമതയുടെ ഒരു തോതിലാണ് പോകുന്നത്. ദേശീയ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കൊപ്പം ആദ്യത്തെ 3 എന്ന നിലയിൽ കേരളം നിൽക്കുകയാണ്. ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ ആ റിപ്പോർട്ടിൽ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ധന മാനേജ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റേതല്ല ശരിയായ വാദം എന്നാണ് അതിലൂടെ സംസ്ഥാനം വയ്ക്കുന്നത്. കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ നിയമപരമായി വിഷയം സമാധാനം പറയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സമാധാനം പറയാൻ നിർബന്ധിതമാകും വിധം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. മറുഭാഗത്ത് രാഷ്ട്രീയ സമരത്തിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്ത് നടത്തിയ വിശദീകരണത്തിൻ്റെ അപ്പുറത്തേക്ക് ദില്ലിയിൽ വന്ന് സമരം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കർണാടകവും കേരളവും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം വിഷ്ണു അതുതന്നെയായിരുന്നില്ലേ. കർണാടക സർക്കാരിൻ്റെ ഒരു പരിപാടി എന്ന നിലയിലേക്ക് എടുത്തപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സമരത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അതിൻ്റെ ഒരു കാഴ്ച ഇന്നലെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്തതിൽ സിബി ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യനിര നമുക്ക് കാണാനായി എന്ന് പറയുന്ന ഒരു ഗൗരവമായ വശമുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഈ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP ഇതര പാർട്ടികളെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയം കൂടിയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിൽ പോലും. പക്ഷേ ഇന്നലെ കണ്ടത് നമ്മൾ ശരിക്കും ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം തന്നെയാണ് കണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം നാഷണൽ കോൺഫറൻസ് വരുന്നു, SP വരുന്നു, സമാജ്വാദി പാർട്ടി വരുന്നു, അതുകൂടാതെ ആം ആദ്മി പാർട്ടി വരുന്നു, DMK വരുന്നു. അങ്ങനെ എല്ലാ ദേശീയ പാർട്ടികളുടെയും ഏറ്റവും നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ ഈ ഒരു സമരത്തിൽ ഒന്നിച്ചു
ഒരുമിച്ച് നിൽക്കുന്നു, ഒരേ വേദി നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു കാഹളം തന്നെയാണ് അവിടെ മുഴുകിയത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നമുക്കറിയാം എല്ലാവരുടെ ആവശ്യം ഒന്നു തന്നെയാണ്, കേന്ദ്ര അവഗണന. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു, എല്ലാ രീതിക്കും ഈ സംസ്ഥാനങ്ങളിൽ ഞെരുക്കുന്നു, സംസ്ഥാനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് വിശദീകരിക്കാൻ, അതിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ നേതാക്കളുടെ നിരയാണ് യഥാർത്ഥത്തിൽ കേരളത്തോടൊപ്പം രാജ്യത്തെ എല്ലാ പ്രദേശവും ഈ ഉത്തര ദക്ഷിണ വ്യത്യാസമില്ലാതെ നിൽക്കുന്നു. 3 മുഖ്യമന്ത്രിമാർ ഒരേ വേദിയിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, അതുകൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം വയ്ക്കുന്നു. മാത്രമല്ല കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റവും മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് ഒരു മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കശ്മീരിലെ മനുഷ്യ ജനതയാണ് ഏറ്റവും കൂടുതൽ അതിനിരയായിട്ട്. അപ്പോൾ അവരുടെ എല്ലാത്തിൻ്റെയും ഒരു വികാരം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റവും ഉജ്ജ്വലമായൊരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കിയാൽ സംസ്ഥാനം വികസിച്ചാൽ മാത്രമേ രാജ്യം വികസിക്കൂ. സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നമ്മളെല്ലാവരുടെയും ഭാഷകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷേ നമ്മുടെ ആശയങ്ങൾ ഒന്നാണ്, നമ്മുടെ വികസനത്തിൻ്റെ ആശയം ഒന്നാണ്. അങ്ങനെ ആ രീതിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു രസം, അദ്ദേഹം പറയുന്നു ഈ വൈവിധ്യമാണ് ഈ നാടിൻ്റെ സൗന്ദര്യം. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിൽ സംസാരിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഇംഗ്ലീഷ് ഭാഗവും ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച വിഷയത്തെ അവിടെ നിന്ന ആളുകളിലേക്ക് സംസാരിക്കുന്നു. തമിഴ്നാടിൻ്റെ പ്രതിനിധികൾ അവർ തമിഴിൽ സംസാരിക്കുന്നു. പലതരത്തിൽ വൈവിധ്യങ്ങൾ, ഭാഷാ വൈവിധ്യത്തെയാണ് അദ്ദേഹം പരാമർശിച്ചത്. മുസ്ലിമാണ്, അതെ, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, പക്ഷേ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ യൂണിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നത് ആണ് ഒരു രാജ്യത്തിൻ്റെ അപകടം. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് രാജ്യം വികസിതമാകുന്നു, വികസനത്തിലേക്ക് പോകുന്നു, വികസിത രാജ്യത്തിലേക്ക് പോകുന്നു എന്നൊരു നറേറ്റീവ് കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചത് ദുർബലമായ സംസ്ഥാനങ്ങൾ, അസ്ഥിരമായ സംസ്ഥാനങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ വികാസത്തെ പ്രതിഫലിപ്പിക്കുന്നതേയില്ല. നല്ല സുസ്ഥിരമായ സംസ്ഥാനമാണ് രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നതടക്കം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നിലയിലും മോദി സർക്കാർ എടുക്കുന്ന സമീപനങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ വർഗീയത പടർത്തുന്ന സമീപനത്തിനെതിരായി വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്, സിബി സ്റ്റോറി ചെയ്തയാളുമാണല്ലോ, അതായത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നല്ല ഐക്യം ആവർത്തിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ശക്തമായ ഐക്യം ഉണ്ടാവണം. ആ ഐക്യത്തിലൂടെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ ഈ BJP രാഷ്ട്രീയത്തെയും മറികടക്കാനാവുമെന്ന് പറയുന്ന ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗമായിരുന്നു ഏറ്റവും ഉജ്ജ്വലമായി അവിടെ. അപ്പോൾ അവിടെ കേട്ടുനിന്ന ആളുകൾ ഈ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഉറുദുവിൽ സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം വളരെ വൈകാരികമായി കൂടിയാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം സംസാരിച്ചത്, നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി, ഇവരുടെ പ്രസംഗവും ഈ വിഷയത്തിൻ്റെ ഒരു ദേശീയ മാനത്തെ അതാണ്. കേരളം ഒരു സമരം പ്രഖ്യാപിച്ചെങ്കിലും അതിന് വലിയ ദേശീയ തലത്തിൽ മറ്റൊരു മാനം കൈവരിക്കുന്ന നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഇന്നലത്തെ കേരളത്തിൻ്റെ സമരം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. മറ്റ് മാധ്യമങ്ങൾ, ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ആ ഒരു സമരത്തെ ഇന്നലെ വളരെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കേരളം ഈ ഒരു സമരം പ്രഖ്യാപിച്ചത് മാത്രമല്ല, ആ സമരവേദിയിലേക്ക് ദേശീയ തലത്തിൽ എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളും ആ ഒരു സമരത്തിലേക്ക് അണിചേരുന്നു, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഭഗവന്ത് മാനിൻ്റെയും പ്രസംഗങ്ങളുടെ ഒരു കോർ എന്തായിരുന്നു വിഷ്ണു? അരവിന്ദ് കെജ്രിവാൾ ആയാലും ഭഗവന്ത് മാനായാലും കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഏത് തലത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നത് ഏത് തലത്തിലാണെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നതായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റിൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രതികരണം കൂടിയായിരുന്നു ഇന്നലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി തന്നെ പറയുന്നത് എൻഫോഴ്സ്മെൻ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്ന് കൃത്യമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മൂന്ന് തരത്തിലാണ് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, മുമ്പ് നമ്മൾ പറയുന്ന പോലെ അവകാശപ്പെട്ട ഫണ്ടുകൾ തരാതിരിക്കുക, വൈകിപ്പിക്കുക, തരാതിരിക്കുക, ഒന്നാമത്തെ ശൈലി. രണ്ട്, ഗവർണറെ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറെ, അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറയാം, കാരണം ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ആയതുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക. മൂന്നാമത്തതാണ് ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികൾ. ഈ മൂന്ന് നിലയിലും കേരളം പോലെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന നിലയിലുള്ള ഒരു പിന്തുണയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിലുണ്ടായത്. കെജ്രിവാൾ അവസാനം പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ട്, കാലചക്രം തിരിയുമെന്ന്.
എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കില്ല. കാലചക്രം തിരിയുമ്പോൾ അധികാരം മാറും, അപ്പുറത്തിരിക്കുന്നവർ ഇപ്പുറത്ത് വരും. ആ സമയത്ത് കാണിച്ചു തരാമെന്നൊരു മുന്നറിയിപ്പ് കൂടി കെജ്രിവാൾ ഇന്നലത്തെ ആ ഒരു പ്രസംഗം. അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഇരുവരും നല്ല ഹിന്ദിയിൽ ഇങ്ങനെ ഒഴുക്കോടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് MP പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഹിന്ദി അറിയാത്തവർക്ക് പോലും മനസ്സിലാകും വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരു ഗായകനാണ്. ഒരുപാട് നിലകളിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ നമ്മൾ നമ്മുടേതായ ഒരു വേദിയിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വിഷയം, ദില്ലിയുടെ വിഷയം, പഞ്ചാബിൻ്റെ വിഷയം, തമിഴ്നാടിൻ്റെ വിഷയം, അപ്പോൾ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? പഞ്ചാബും കേരളം പോലെ തന്നെ വലിയ തലത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന നേരത്തെ പഞ്ചാബ് ഗവർണർ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ച ആ പ്രസംഗത്തിലും പറഞ്ഞത് പുള്ളി ഇന്നലെ പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയ ആദ്യ ഭാഗം എന്ന് പറയുന്നത്, പഞ്ചാബ് എന്ന് പറയുന്നത് വലിയൊരു കാർഷിക സംസ്ഥാനമാണ്. ആ ഒരു കാർഷിക സംസ്ഥാനം ഇന്ത്യയിൽ എത്രമാത്രം കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പക്ഷേ ആ കർഷകർക്ക് പോലും കൃത്യമായിട്ട് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ, താങ്ങുവില പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചത്.